ഇപ്പം നമ്മുടെ നാട്ടിലെ മലയാളത്തിലായിട്ട് എഴുതിച്ചണേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ മഹിമാവലിയോ വാണിലൂടെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നമ്മളിന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. ക്രിസ്മസിൻ്റെ തലേ ദിവസം ക്രിസ്മസ് ഈവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ രാത്രി സമയം 7:15 അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലെ ക്രിസ്മസ്, അതും മലയാളികളുടെ ക്രിസ്മസ് ഏത് തരത്തിലാണ് എന്നുള്ളതെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കാൻ അതിലേറെ ആഗ്രഹമുണ്ട്. അപ്പം ആ ഒരു ക്രിസ്മസ് ആഘോഷവും പള്ളിയും ഇവിടുത്തെ മലയാളികളുടെ ക്രിസ്മസിൻ്റെ ബാക്കി കാര്യങ്ങളും ആയിട്ടുള്ള ആ ഒരു കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇന്ന് നമ്മുടെ കൂടെ റോഷ്നി വരാൻ സാധിച്ചില്ല. കാരണം പുള്ളിക്കാരിക്ക് വർക്ക് സംബന്ധമായിട്ട് കുറച്ച് ബിസിയാണ്. മക്കളാണെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ്സിന് പോയിരിക്കുകയാണ്. നമുക്ക് അവരെയും പിക്ക് ചെയ്തുകൊണ്ട് ബാക്കി ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഒരിക്കൽ കൂടി. നമുക്ക് ആദ്യം തന്നെ മക്കളെ പോയി വിളിക്കാം. ഇവിടെ നമ്മുടെ സിറ്റിയിലൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള അലങ്കാരങ്ങൾ കാണാം സ്ട്രീറ്റുകളിൽ കൂടെ. ഹലോ ബാബുച്ചി, വരാൻ ഡിലേ ആയോ? ലേറ്റ് ആയോ? ബാബുജി മറ്റേ ക്രിസ്മസിന്റെ പരിപാടിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മെറി ക്രിസ്മസ്. അപ്പൊ ക്രിസ്മസ് അടിച്ചു വിളിക്കാൻ പോയല്ലേ? നമ്മൾ പോകുന്നത് സെയിന്റ് അൽഫോൺസ സീറോ മലബാർ കാത്തലിക് ചർച്ചിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ വേണം അങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഒരു 30 മൈലാണ് അവിടം വരെയുള്ള ദൂരം. അപ്പോൾ നമ്മൾ മലയാളികൾ എവിടെയാണ് കൂടുതൽ ഉള്ളതെന്ന് അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചർച്ച് കണ്ടുപിടിച്ചത്. കുറേ നാളുകളായി ഈ ഒരു ചർച്ചിൽ പോകണം നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിസ്മസിന് നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ എത്തിയിട്ടോ, ജസ്റ്റ് 1 മിനിറ്റ് ഉള്ളൂ. നമ്മൾ അറിയുന്ന ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ 8:30-ക്കാണ് മാസ് തുടങ്ങുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മൾ ഒരുപാട് നേരത്തെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ശരിക്കും മാസിൽ പങ്കെടുക്കാനുള്ളവർ എത്തുന്നുണ്ടാവുള്ളൂ. 10 ലെഫ്റ്റ്. യെസ്. ഇവിടെ ഒരു നക്ഷത്രമൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ പള്ളിയിൽ. നമ്മുടെ നാട്ടിലെ മോനും ഇങ്ങനെ നക്ഷത്രം കണ്ടിട്ടുള്ളൂ. ഇവിടെ മലയാളികളാണ് കൂടുതൽ. ഒരു മലയാളിയാണ് കേട്ടോ പോകുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വരുന്നത്. അവരൊക്കെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാണ്. നമ്മളിവിടെ വരുന്ന ആൾക്കാരാന്ന് വിചാരിച്ചിട്ടായിരിക്കും, അറിയണവരായിരുന്നു വിചാരിച്ചിട്ടായിരിക്കും ചിരിക്കണത്. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് ഇവിടെ. എന്തായാലും മലയാളീസും മാത്രമുള്ള പള്ളിയാണോ എന്ന് സംശയമുണ്ട് കേട്ടോ. യെസ്, അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ടോ. വന്നപ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നിയിട്ടോ. ഇവിടെ ആകെ കാണുന്നത് മലയാളീസ് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇത് മലയാളീസ് മാത്രമുള്ള പള്ളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരെയും കാണാം. ആളുകൾ എത്തി തുടങ്ങിയിട്ടുള്ളൂ. ഐഷ ചർച്ചിൽ വന്നിട്ടുണ്ട്. ഐഷ, ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ സ്റ്റാർ. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കാണുന്നത്. വളരെ അപൂർവമായിട്ട് എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ, അല്ലാതെ നമ്മൾ ഇത് കാണാൻ സാധിച്ചിട്ടില്ല. പള്ളിയിലേക്കുള്ള നടപ്പ് വഴിയിൽ അലങ്കാരങ്ങളൊക്കെ നമുക്ക് കാണാം. മലയാളത്തിലായിട്ട് എഴുതിച്ചണേ, വെറുതെ അല്ല. എൻ്റെ പൊരുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ ദേവാലയം, ശുശ്രൂഷാക്രമം, ദിവ്യബലി, എല്ലാ ഡീറ്റെയിൽസോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടൊരു മലയാളം ബോർഡ് കാണുന്നത് അല്ലേ മോനു?
ഇവിടെയുണ്ട് അതുപോലെ ഒരു ഇംഗ്ലീഷ് ബോർഡ്, സെയിം കാര്യങ്ങൾ തന്നെ എഴുതിയിട്ട് പള്ളിയുടെ അകത്തേക്ക് കയറുന്നത് ഇതിലെയാണ് കേട്ടോ. എല്ലാവരും വന്ന് തുടങ്ങി. ഇതിൻ്റെ അകത്തേക്ക് കയറണം. നമുക്ക് ഫ്രണ്ട്സ് വന്നിട്ട് അകത്തേക്ക് കയറാം. നമ്മളിവിടെ പുറത്ത് നിന്നപ്പോൾ 2 സഹോദരന്മാർ വന്നിട്ട് നമ്മുടെ അടുത്ത് അകത്തേക്ക് കയറി നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. വളരെ സന്തോഷമായി. അപ്പോൾ അകത്തേക്കൊന്ന് കയറി കാണാം. മെറി ക്രിസ്മസ്. ഓക്കെ, ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ പേര് വന്ന് പരിചയപ്പെട്ടു. നമ്മൾ ആദ്യമായതുകൊണ്ട് വീഡിയോ എടുക്കാനും പറയണേ പരിചയപ്പെടാനും ഒക്കെ ഒരു ചെറിയ ചമ്മലും മടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടിയിലൊരു സാധനം എടുക്കാനായിട്ട് പോകുന്നതാണ്. പെട്ടെന്ന് തിരിച്ചു വരാം. ഭയങ്കര തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല. തണുത്ത് വിറയ്ക്കുവാണ്. ക്രിസ്മസിന് ഡബിൾ തണുപ്പാണ്, ഒരു രക്ഷയില്ല. തണുപ്പായതുകൊണ്ട് കുട്ടികൾ വണ്ടിയിൽ തന്നെ ഇരിക്കാമെന്നാട്ടോ പറയുന്നത്. നമ്മുടെ ഫ്രണ്ട് ജോസഫും ഫാമിലിയും വരുന്നത് വരെ. അപ്പോൾ അവരുടെ മക്കളാണെങ്കിൽ കുട്ടികൾക്കൊരു കൂട്ടൊക്കെ ഉണ്ട്. അവിടെ എല്ലാവരും നല്ല വെൽക്കമിങ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മടി, ഈ പ്രയറിൻ്റെയൊക്കെ സമയമല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ കയറി നിൽക്കാൻ ആദ്യമായിട്ടൊരു മടി. പിന്നെ നമ്മൾ അറിയുന്ന ആരും ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് അവിടെ അവർ കാണിച്ചില്ല കേട്ടോ. നമ്മളോട് ഭയങ്കര ഒരു കെയറിങ് ആയിരുന്നു. പിന്നെ എന്നാലും നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ, അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അവർ വരട്ടെ, എന്നിട്ട് കയറാം നമുക്ക്. അതല്ലേ ഐഷ്യ? I never seen so many people that are like Malayali here. Like I've only seen like 3 to 4 people that are Malayali. But here it's like everything Malayali. നമ്മുടെ ഫ്രണ്ട് ആൻഡ് ഫാമിലി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവരെ കാണാം. ഒരു പള്ളിയുടെ ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞു. അതേ നിൽക്കണം. യെസ്, ഹലോ, ഹായ്. ഹായ് കിയോൻ കുട്ടാ, എന്താണ് ക്രിസ്മസ് കൂടാൻ വന്നേക്കാണോ? ഓക്കെ, അടിപൊളി അല്ലേ? സർവചരാചരവും ആനന്ദഗീതം പാടി സ്വർഗീയരാജനെ വരവേൽക്കുവാൻ പാടി. It's an important day in our faith life as we celebrate the birth of the Lord, the one who became human. Let us present all our petitions and prayers, especially remembering our own loved ones who are away, maybe in India or elsewhere, parents, siblings, friends and benefactors, and those who are close to us. മുൻവശ ഇനി സീറ്റടയുണ്ട്. ഷെയർസ് ഫ്രണ്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ പറഞ്ഞു വിടാവുന്നതാണ്. നമ്മുടെ സുവിശേഷ വായന കഴിഞ്ഞിട്ടാണ് ഈ തിരുപ്പിറവിയുടെ അനൗൺസ്മെന്റ്. അതിനുശേഷം നമ്മൾ പ്രദക്ഷിണമായിട്ട് പാർക്കിലോട്ട് ചെന്ന് തീ ഒഴിച്ച് നടത്തി അതിനുശേഷം തിരിച്ചു വരും. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. വിശുദ്ധ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചൈതന്യഗുണമേ നിറയ്ക്കട്ടെ. പുൽക്കൂട്ടിൽ അവതീർണനായ മിശിഹായെ പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം. ഭയഭക്തിനുമായ പീഠത്തിന്റെയും ഉന്നതമായ ത്രോണോസിന്റെയും അലങ്കൃതവും സ്തുതർഹവുമായ സിംഹാസനത്തിന്റെയും മുമ്പാകെ
അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോവന്മാർ ഇടപെടാതെ സ്തുതിക്കുകയും ശ്രാപ്പന്മാർ പരിശുദ്ധനെന്ന നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യെശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക, മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. And people shall scream to it. Many nations shall come and say, Come, let us climb the Lord's mountain, to the house of the God of Jacob, that he may instruct us in his ways, that we may walk in his paths. For from Zion shall go forth instruction, and the word of the Lord from Jerusalem. He shall judge between many peoples, and set terms with strong and distant nations. മഹിമാവലിയോ വാണിലും മൊഴിയിലും തിങ്ങി വിളങ്ങുന്നു. That they bear in us the fruits of love, hope and salvation, beneficial to our body and soul, and that we may constantly praise you, the Father, Son and the Holy Spirit. In human terms, I say that no one can annul or amend even a human will once ratified. Now the promises were made to Abraham and to his descendant. പരിശുദ്ധ സുവിശേഷം. അക്കാലത്ത് ലോകവാസികളുമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കുവാനായി ഓരോരുത്തരും തങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യയായ മറിയത്തോടു കൂടി പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവസമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞിരിപ്പ് തന്നെ പ്രസവിച്ചു. അവനെ വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്യത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മംഗളഗാനം പാടിടുവിൻ, മംഗളഗാനം പാടിടുവിൻ. നമ്മൾ പ്രദക്ഷിണത്തിന് പോവാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ പ്രദക്ഷിണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര
ശക്തമായ കാറ്റും നല്ല തണുപ്പിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ പ്രദക്ഷിണം പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം രാത്രി 9:08. നമ്മൾ പ്രദക്ഷിണത്തിൻ്റെ ഫ്രണ്ടിലായി പോയി. അത് ബാക്കിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി എല്ലാവരെയും കാണാമായിരുന്നു. ഐഷയ്ക്ക് അറിയില്ല, ഐഷ നേരെ കാറിൻ്റെ അങ്ങോട്ട് പോയിരുന്നു. എന്താ തണുപ്പല്ലേ? എല്ലാവരും എത്തിയോ? യെസ്. എല്ലാവരും തണുത്ത് വിറയ്ക്കുകയാണ് കേട്ടോ. Oh yeah, yeah. It's cold, not cold. Oh yeah, we're learning aperture that dance class, and I'm Rose. I know. Nice just though. Why not? അപ്പോൾ നമ്മുടെ പ്രദക്ഷിണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും പള്ളിയുടെ അകത്തേക്ക് പോവാണ് കേട്ടോ. ഐഷ എങ്ങനെയുണ്ടല്ലോ? കല്ലൊക്കെ ഇട്ടാ? ഓക്കെ. Like you always do. Yeah, I know. Oh, for sure. He has a friend that
Wait, just that's weird. മംഗളഗാനം പാടിടുവിൻ. സഹോദരി സഹോദരന്മാരെ, my dear children, I still remember the days when we were kids in India. We used to, of course, we know that we used to have the midnight mass. So after the procession, we had the homily by the priest, and so we had enough time to sleep. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചതിൻ്റെ ശരണം തേടുന്നു സന്നിധിയിൽ ഹൃദയങ്ങൾ ചൊരിയുവിനെന്നേക്കും നോവും പ്രാർത്ഥനയും സർവശക്തനാഥനാമേകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ, സർവകാലക സർവശക്തനാഥന ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ. നിങ്ങളോട് അങ്ങേക്ക് ഞങ്ങൾ പ്രതിരാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനമാകുലമായി ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി ശക്തനായ സർവേശ്വരായ ദൈവമേ, കൃപാപൂർണമായ പിതാവേ, അങ്ങയുടെ കാരുണ്യങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവപുത്രൻ ഈ മണ്ണിൽ പിറന്നു, തിരുഹൃദയത്തിൽ
അതിനുശേഷം നമ്മൾ ഹോളിലേക്ക് പോവുകയാണ്. ഹോളിൽ വെച്ച് കേക്ക് മുറിച്ച് ചെറിയൊരു ക്രിസ്മസിൻ്റെ ആഘോഷം, അതിനുശേഷം നമ്മൾ ഒന്നിച്ച് ഭക്ഷണത്തിൽ പങ്കുചേരുകയാണ്. നമ്മുടെ ഈ വർഷത്തെ പുലിക്കോട് ഒരുക്കിയ സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിനെ എല്ലാവരും സന്തോഷത്തോടെയും അഭിനന്ദനങ്ങളുമായി വ്യത്യസ്തമായ ശൈലിയിൽ അവർ മനോഹരമായിട്ട് ഒരുക്കുകയുണ്ടായി. വളരെയധികം കഷ്ടപ്പെട്ട ആശയങ്ങൾ വെളിപ്പെടുത്തി ചെയ്തതാണ്. കൃത്യമായിട്ടും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവർക്കും വളരെ നമ്മുടെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ട് ജോസ് കളപ്പുരയ്ക്കലിൻ്റെ സണ്ണിലോ മിസ്റ്റർ ജിംസ്, അദ്ദേഹത്തിൻ്റെ ഓരോ ഫാമിലിക്കും ഓരോ ചെറിയ സമ്മാനപതി കരുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹത്തിനും. Hey everyone, my name is Adarsh and this is the youth choir. And on behalf of all the youth here, we just want to sing a couple Christmas carols, so hope you guys enjoy. Although we may be high school students, we still work hard to help spread the spirit of Christmas from the big hearts of the 11 characters. Hope to see you all soon. Merry Christmas. Thank you. Let's also raise now when you are in the hall. So we will have a cake cutting also in the hall, and also the Santa will be coming in the stage. Then after that we will join for that after. Thank you. Have a blessed Christmas day. Thank you. പ്രോഗ്രാം പള്ളിയുടെ പ്രയറും കാര്യങ്ങളും ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു ചടങ്ങിലേക്ക് പോകാം. ഐഷ, യെസ്, നമ്മുടെ കുട്ടിപ്പട്ടാളോടെ നിൽക്കുവാണ് കേട്ടോ. ഓക്കെ, നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു കൂപ്പണിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്, ഒരു നറുക്കെടുപ്പുണ്ട്. പിന്നെ എന്താ അവിടെ എന്താണെന്ന് അറിയില്ല, ഭക്ഷണം കഴിക്കാൻ കയറുന്നതെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്കാനുള്ള ആളാണ് ഈ ഏരിയയിലേക്ക്. അപ്പോൾ നമുക്കിനി കേക്ക് മുറിക്കലും ഇവിടെ ചായ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാലിഫോർണിയയിൽ മലയാളീസ് പൊതുവെ വളരെ കുറവാണ്, പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടാണ് മലയാളികളെ കാണുന്നത്. എന്തായാലും വളരെ സന്തോഷം. ജോസഫ് ചായയൊക്കെ എടുത്തു. കോഫിയാണോ ചായയാണോ? ചായയാണോ കോഫിയാണോ? കോഫിയാണ്.
ഇത് ആരെ കരയണ കണ്ട കുറച്ച് മുമ്പ്? പള്ളിയിൽ പ്രയറിന്റെ സമയത്ത് പ്രശ്നം ഉണ്ടാക്കിയത് ആരാ? ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? ഇതാണ് നമ്മുടെ കിയോൺ മുത്ത് ബേബി. നമ്മളറിയുന്ന മറ്റൊരു മലയാളി. ഹലോ, എന്തുണ്ട്? ദോഷമൊന്നുമില്ല. അവർക്ക് കുറച്ച് വർക്കായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ മറ്റൊരു ലൈനുണ്ട്. കുട്ടികളൊക്കെ അവിടെ കയറി നിൽക്കുവാണ്. ഹോട്ട് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇവിടെ കുക്കീസൊക്കെ ഉണ്ട് കേട്ടോ. കുക്കി. നമ്മളിനി കേക്ക് കട്ടിങ്ങിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. ചായക്കുടിയുടെ സെക്ഷനിൽ നിന്ന് നമ്മൾ പോകുന്നു. ഇതാണ് റാഫിൾ കൂപ്പണായിട്ട് നിൽക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ കയ്യിൽ കുറേ ആക്സസറീസ് ഉള്ളതുകൊണ്ട് പോക്കറ്റ് കാലിയാക്കാനുണ്ട്. പേഴ്സ് വണ്ടിയിൽ വെച്ചിട്ട് വന്നു. അതുകൊണ്ട് കുട്ടികളുടെ കൂപ്പൺ എടുക്കാൻ സാധിക്കില്ല. നമുക്കിനി കേക്ക് കട്ടിങ്ങിൻ്റെ ഭാഗം കാണാം. കേക്ക് കട്ടിങ് നടക്കാൻ പോകുന്നു. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള Merry Christmas. All right. We're gonna get started very soon. We'll be starting with little cake cutting, but before we do that, who wants to invite Santa to our church? Yeah, we need some more enthusiasm to that. Who wants Santa at our church? There you go. Let's give a huge round of applause for Santa Claus all the way from the North Pole. That this is the best place you ever visited. This is the awesomest place. I put some photos on the WhatsApp. Oh yeah. The North Pole is going crazy. Okay.
contacted us. So you sent all the pictures to them? Yeah. Oh my One God. of the awesomest parish. Okay, this is what happened. They contacted us. Okay? They want to visit us. Whoa. Are you okay with that? Santa. But this is what it is. They are going to give us an amazing gift. Whoa, who doesn't need a gift? Okay, so guys, ladies and gentlemen and children, we are going to have 3 cousins from South Pole, that is Santa's cousins. Let's put our hands together to welcome those 3 cousins here. കാതോട് കാതോട് കേട്ടിരുന്നു ദൈവമൊന്നും കേൾക്കുന്നില്ല കണ്ണും കണ്ണും കാത്തിരുന്നു കണ്ണിലൊരു കൈകളിയ കാതോട് കാതോട് കേട്ടിരുന്നു ദൈവമൊന്നും കേൾക്കുന്നില്ല ആകാശവീതിയിൽ നല്ല സ്നേഹത്തെ തന്ന നല്ല നാട് എല്ലാവരും പാടി ശ്രമിക്കാം ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാട് എല്ലാവരും പാടി ശ്രമിക്കാം ജീവന്റെ നാളിൽ ആരുണ്യ കരുണാത്തനാലിന്റെ ദിനം ആലോലമോട്ടിടുവാൻ നന്മയിൽ നിറഞ്ഞിരുന്നല്ലോ ഇത്ര നല്ല സ്നേഹത്തിൽ തന്ന നല്ല നാട് എല്ലാവരും പാടി ശ്രദ്ധിക്കാം ഇത്ര നല്ല സ്നേഹത്തിൽ തന്ന നല്ല നാട് എല്ലാവരും പാടി ശ്രദ്ധിക്കാം Amazing performance. Thank you, Saju. Wonderfulness. Let's give Saji a big round of applause. Thank you, everyone. Thank you. So we will be starting to distribute that gift. Then. മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം ഐഷ ചോക്ലേറ്റ് കിട്ടിയോ? കുട്ടികളൊക്കെ ഹാപ്പിയായി. മോന് കിട്ടിയോ? ചോക്ലേറ്റ് കിട്ടിയോ? ഓ
ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ക്യൂ ഉണ്ട്. ഇതാണ്ട് നമ്മുടെ അച്ഛൻ. അച്ഛൻ്റെ പേരെങ്ങനെയാ? സെബാസ്റ്റ്യൻ. റിയാസ്. അപ്പോൾ അച്ഛൻ്റെ നല്ല പ്രോഗ്രാമെല്ലാം നമ്മൾ കണ്ട് വളരെ നല്ല പരിപാടികളൊക്കെ ആയിരുന്നു. നമ്മുടെ ഫുഡിൻ്റെ ക്യൂ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ ഉണ്ട്. ഒരുപാട് ആളുകളുണ്ടല്ലേ. നമ്മളെ നിറച്ചും മലയാളികളെ കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സ് നിറഞ്ഞൊരു സന്തോഷം കേട്ടോ. ഭക്ഷണം ക്യൂവിലാണ്. നല്ല ചൂടൻ അപ്പവും ബീഫ് കറിയാണെന്ന് തോന്നുന്നു. ഹായ്, മെറി ക്രിസ്മസ്. താങ്ക് യു, മെറി ക്രിസ്മസ്. ഇത് ബീഫാണോ? ആ, ഓക്കെ. അപ്പവും ബീഫുമാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം. നറുക്കെടുപ്പ് ഇവിടെ ആരാ ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 9, 6, 1, 7. Okay, a redraw for the grand prize. Anyone want to come? Alright, right here. സമ്മാനം കിട്ടിയ ആൾ അവിടെ ഉണ്ട്. For a grand prize of $50 gift card. Okay, for the $50 gift card, 3, 5, 1, 9, 6, 4, 8. We have a winner. I'll repeat it once more. 3, 5, 1, 9, 6, 4, 8. You want to win a raffle prize. Okay, whatever anyone like to pick. Do we have it? All right here. Prize once again. 3, 5, 1, 9, 6, 3, 9, 2. We have a confirmed winner for round of applause. All right, let's give one more round of applause. All right, with that, our raffle is ended, and I hope you have. Thank you for contributing to CFL. Thank you for all your donations, and happy holidays. Merry Christmas! യെസ്, നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കുറേ പേര് പോയി, ബാക്കിയുള്ളവരൊക്കെ പോകാനുള്ളവരൊക്കെ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നു. അച്ഛൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോകട്ടെ നമുക്ക്. അച്ഛാ, ഞങ്ങൾ ഇറങ്ങട്ടെന്നാ. താങ്ക് യു, മെറി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അച്ഛൻ്റെ അടുത്ത് ബൈ പറ. ഓക്കെ, അപ്പം നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. പരിപാടികളൊക്കെ കഴിച്ച് ഇറങ്ങാൻ പോകണ്ട ഇവിടുന്ന്. യെസ് യെസ്, അപ്പം ഞങ്ങളെല്ലാവരും ഇറങ്ങുവാണ് കേട്ടോ. മെറി ക്രിസ്മസ്. യെസ്, അപ്പം ഹാപ്പി ന്യൂ ഇയർ. യെസ്, എന്താണ് വളരെയധികം സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞൊരവസ്ഥയാണ്. അത്രയ്ക്ക് എന്താ പറയുന്നത്, മനസ്സിന്
പീസ് നൽകിയ ഒരു പ്രോഗ്രാമായിരുന്നു. പള്ളിയുടെ അകത്തൊക്കെ ഇരിക്കുമ്പോൾ എന്താ ഒരു ഫീല്, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനകളും മെയിനായിട്ട് ആ ഒരു സോങ് ഉണ്ടല്ലോ, ആ സോങ്ങുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സിനൊരു സന്തോഷം തോന്നും. അതുപോലെ തന്നെ ഒരു ഗുഡ് ഫീലാണ്. ഞാനൊക്കെ പ്രത്യേകിച്ച് കോതമംഗലത്ത് നിന്നായതുകൊണ്ട് നമ്മളൊക്കെ എന്താ പറയുന്നത്, ഈ പാട്ടുകളും ഈ പ്രാർത്ഥനകളൊക്കെ കേട്ട് പരിശീലിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയൊരു നൊസ്റ്റാൾജിയാണ്. തന്നെയല്ല, നമ്മൾ എന്താ പറയുക, ക്രിസ്മസ് നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിരുന്ന, അതല്ലെങ്കിൽ വളരെയധികം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരുപാട് ഓർമ്മകളുള്ള ക്രിസ്മസുകളായിരുന്നു നമ്മൾ കഴിഞ്ഞു പോയിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ക്രിസ്മസ് അത്ര നല്ല രീതിയിൽ നമുക്ക് ഒന്ന് കൂടാൻ പറ്റിയില്ല. ഏകദേശം 2 വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ് ഒന്ന് ക്രിസ്മസ് കൂടാനായിട്ട്. ഒരുപാട് പേരുടെ അടുത്ത് അന്വേഷിച്ച് ഒരുപാട് സജഷൻസ് എടുത്ത് അവസാനമാണ് നമ്മൾ ഈ പള്ളിയിൽ വന്നത്. എന്തായാലും ഇവിടെ വന്നത് നമ്മൾ റൈറ്റ് സമയത്ത് റൈറ്റ് സ്ഥലത്ത് എത്തി. ഇവിടെയുള്ള ആളുകൾ ഒരുപാട് സ്നേഹത്തോടെ നമ്മളെ സ്വീകരിച്ചു, സൽക്കരിച്ചു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. മലയാളീസായിട്ടുള്ള ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റി. കൂടാതെ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ പല പ്രോഗ്രാമുകളും കണ്ടു. എല്ലാവരും മികച്ച രീതിയിൽ തന്നെ പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പള്ളിയുടെ അലങ്കാരങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകളും എല്ലാം വളരെ എന്താ പറയുന്നത്, പ്രൊഫഷണലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നി. കൂടാതെ മലയാളികളുടെ ഒരു കൂട്ടം, അത് കാണുമ്പോൾ അതിലേറെ സന്തോഷം. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, മനസ്സിന് നിർവൃതി ഏകിയ ഒരു അടിപൊളി ക്രിസ്മസ് ആയിരുന്നു. എന്താ പറയുന്നത്, ഇനിയും ഇതുപോലെയുള്ള ക്രിസ്മസുകൾ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും സൗകര്യം കിട്ടിയാൽ വീണ്ടും ഇനി പള്ളിയിലും ഇവിടെയുള്ള ആളുകളെ കാണാനായിട്ടും വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു 2024 ക്രിസ്മസ് ഇന്നും ഓർത്തിരിക്കുന്ന ഒരു ക്രിസ്മസാണ്. അപ്പോൾ ഇവിടെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അതുകൂടാതെ നമ്മുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഇനി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് എന്താ പറയുന്നത്, ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് യാത്ര ചെയ്ത് എത്താനായിട്ട്. അതുപോലെ തന്നെ സമയം ഇപ്പോൾ 12:30 എങ്കിൽ കൂടി എന്താ പറയുന്നത്, ഇവിടുത്തെ ആ ഒരു ആഘോഷവും എനർജിയും ഒന്നും ഇതുവരെയും കുറഞ്ഞിട്ടില്ല. എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാറായി. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ കിടിലൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.